കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ മൂപ്പത്തി എന്തായാലും വന്ന് പറഞ്ഞേനെ. ആ ഒരു നേക്ക് അത് തന്നെ. ആ ഓക്കെ ഓക്കെ. മുതല് മുറ്റത്ത് കിടക്കുകയാണെങ്കിൽ ഒരാനുള്ള ഗമയാണ്. Wait. Hey Nico, wait for somebody to come. Then only don't go alone. മലർപൂത്ത നേരം മധുവായി നിറഞ്ഞൊരു സ്നേഹ സംഗീതം. മഴ പെയ്ത നേരം മലർപൂത്ത നേരം മധുവായി നിറഞ്ഞൊരു സ്നേഹ സംഗീതം. ഈ നിലാവിൽ നിന്റെ ചന്തം നോക്കി നിന്നൊരു ചന്ദ്രനും എൻ കിനാവിൻ മഞ്ചലിൽ വിൺപ്രാവ് പോൽ കുറുകുന്നുവോ. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. മഞ്ഞ് മൂടും മന്ദാരം തിന്നൽ മൂടും കിന്നാരം ചാഞ്ചാടും മൗനരാഗം. സുഗന്ധം ഞാൻ കൂട്ടിലിട്ടതത്താ ചുറ്റുമഴികൾ ഞാൻ പെട്ടുപോയല്ലടാ. ഞാൻ കൂട്ടിലിട്ടതത്താ സങ്കടം നെഞ്ചിൽ കടലിന്റെ യാത്രയാ. ഞാൻ കൂട്ടിലിട്ടതത്താ ചുറ്റുമഴികൾ ഞാൻ പെട്ടുപോയല്ലടാ. തുരുമ്പെടുത്തൊരു കൂട്ടിലിട്ടതത്താ. എന്തിനെന്നെ നോവിക്കുന്നു മോനെ, നിനക്കെന്തിന്റെ അസുഖ? ഞാൻ കൂട്ടിലിട്ടതത്താ ചുറ്റുമഴികൾ ഞാൻ പെട്ടുപോയല്ലടാ. ഞാൻ കൂട്ടിലിട്ടതത്താ സങ്കടം നെഞ്ചിൽ കടലിന്റെ യാത്രയാ. ഞാൻ കൂട്ടിലിട്ടതത്താ ചുറ്റുമഴികൾ ഞാൻ പെട്ടുപോയല്ലടാ. തുരുമ്പെടുത്തൊരു കൂട്ടിലിട്ടതത്താ. എന്തിനെന്നെ നോവിക്കുന്നു മോനെ, നിനക്കെന്തിന്റെ അസുഖ? Wait.
സമാധാനമായിട്ട് കഴിക്കണം. ഈ വീഡിയോയിൽ കഴിക്കണം. ഡീസൻസി കുറച്ച് കൂടിപ്പോയോന്നൊരു ഇന്നത്തെ ദിവസം മൊത്തം കഴിക്കുന്ന വീഡിയോ ഉള്ളൂ. രാവിലെ ഇഡലി കഴിച്ചു. ഇതൊരു കഴിക്കാൻ വേണ്ടി മില്യൺസും തൗസൻഡ്സും ഒക്കെ വീഡിയോ എടുക്കണം കേട്ടോ. മില്യൺസും തൗസൻഡ്സ് അല്ല ബില്യൺ ഓൾറെഡി നിറയെ ബില്യൺ ഇൻഡോ സില്യൺ ബാക്കിയൊന്നുമില്ല. എനിക്ക് ഓടിക്കാന്നുള്ളതേ ഉള്ളൂ. എന്തായിരിക്കും പിന്നെ ചെയ്യുന്നത്. ഇപ്പൊ അവനാണ് ടാർഗറ്റ്. നല്ല കാര്യം. ഒന്നുകൂടി ഒന്ന് പറയോ? ഫസ്റ്റ് ബനാന കഴിക്കും. അങ്ങനെ പറയാൻ പാടില്ല. ഫോട്ടോ എടുക്കണമെന്ന് അറിയാൻ പാടില്ല. ഫുഡിന് മുമ്പേ ബനാന കഴിക്കണം. ഇല്ലെങ്കിൽ ബനാന വയറി കിടക്കും. അല്ല സോറി, ഫുഡ് വയറി കിടക്കും, ബനാന ഡൈജസ്റ്റ് ആയി പോകും. അതുകൊണ്ട് അതുകൊണ്ട് പക്ഷെ വയറിനകത്ത് മൈദയിലിരിക്കണം ഫസ്റ്റ്. എന്നാലും കാര്യമില്ല, അതവിടെ കിടക്കും. ഇൻഡസ്ട്രിയിൽ പോയാൽ ഡൈജസ്റ്റ് ആവാൻ പറ്റും. എന്നാലും ഇത് ആദ്യം പോകില്ലേ. ഫസ്റ്റ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അല്ല ലാസ്റ്റ് ഇൻ ഫസ്റ്റ്. നിനക്കറിയാൻ അതിനെ പറ്റി. അതായത് നീ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു ഉടനെ ബനാന കഴിക്കാൻ പാടില്ല. കാരണം ബനാന കഴിച്ചാൽ ഫുഡ് ബോഡി അവിടെ സൈഡിലേക്ക് മാറ്റി വെക്കണം. ബനാന അതിൻ്റെ അത് പൊളിറ്റീഷ്യൻ. ബനാനയ്ക്ക് റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ഫസ്റ്റ് ബനാന സ്ലിപ്പായി പോകൂല. ഞാൻ കേട്ടിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നതിന്റെ കഴിഞ്ഞ ശേഷം ഒരു ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല. എപ്പോഴും മുമ്പേ കഴിക്കാൻ പാടില്ല. അങ്ങനെ കേട്ടതൊക്കെ വിശ്വസിക്കുന്നത് ശരിയാണ്. പക്ഷെ ഞങ്ങളിതൊക്കെ ഹൻസാജി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഹൻസാജി അറിഞ്ഞൂടെ. ഞാൻ അതുകൊണ്ട് പലതവണ കാണിക്കാൻ നോക്കണം. അതുകൊണ്ട് ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല. ഇനി പരിചയപ്പെടുത്താം. അങ്ങനെയാണ് ഞാൻ സാജി. അത് ഞാൻ സാജി ഹസ്താൻ എന്ത് മസ്താൻ ഞാൻ ഹാജി ഹസനെ വിളിച്ചിട്ട് ബിരിയാണി വേണം. എല്ലാ ഹോട്ടലും എവിടെയാ വേണം. ഹെലികോപ്റ്ററിൽ വരും. അങ്ങനല്ല, ഞാൻ ഒരു ക്രൂസ് അയച്ചാൽ എങ്ങനെ ഇരിക്കും? കൊണ്ടിടാ ഇവിടെ ഇപ്പോൾ എവിടെയോ ഹെലികോപ്റ്റർ വന്നിട്ട് ഡെലിവറി ചെയ്തിട്ടില്ലേ? ഞാൻ വായിച്ചു. അത് ഭയങ്കര ഫേമസ് ആയ ഫുഡായിരുന്നു. ഇല്ല, പക്ഷെ അവനെ പിടിപ്പെട്ടു. എങ്ങനെയാണ് ഫ്ലൈറ്റ് പോകാൻ പറ്റുള്ളൂ? അവർക്ക് എങ്ങനെയാണ് അവർക്ക് ഇത് കൊടുത്തത്? പെർമിഷൻ പെർമിറ്റ്. കേരള ആൾക്കാര് ഇവിടുത്തെ ആ സ്ഥലത്ത് വന്ന് കഴിച്ചു പോയിരുന്നു എല്ലാ സമയത്തും. ഒരു കൊല്ലമായിട്ട് ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പ്രൈവറ്റ് ആയിട്ട് ഹെലികോപ്റ്ററില് ഫുഡിന്റെ വില ഫുഡായിരുന്നു എല്ലാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റണ്ടേ? അത്രയും അതുകൊണ്ടല്ലേ ഹെലികോപ്റ്ററിൽ വന്നിട്ടില്ല. അത്രയും ഇവിടുത്തെ ആൾക്കാരറിയാലോ ഫുഡിന്റെ കാര്യമാണെങ്കിൽ. എങ്ങനെയും പോകും. ഹെലികോപ്റ്ററിന്റെ കാശ് ഓൾമോസ്റ്റ് 100-200 ടൈംസ് കോസ്റ്റ്ലി ദാൻ ദി ഫുഡ് വേറെ. എന്നാലും അതെന്ത് ഫുഡായിരുന്നു കഴിച്ചു എന്ന് അവരെഴുതിയില്ല. ഇവിടുത്തെ ലോക്കൽ ഫുഡാണ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ സോസ് യൂസ്ലെസ് അല്ലേ അവര് വെച്ചിരിക്കുന്ന തേച്ചിരിക്കുന്നത്? അത് എന്തൊക്കെയോ മല്ലിപ്പൊടി ടേസ്റ്റ് ആണ്. അന്ന് നമ്മൾ ഒരുപാട് എന്താ പറയാ കഥകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി. മറ്റേ കുക്കീസ് തരുന്ന ഞാൻ ഇതേ കഴിച്ചോളൂ. സുരുന് എന്താണ് പേടി? വിശ്വാസമാണ്. നീ ഗോസ്റ്റിന്റെ പേടിയിലൊന്നും നിനക്ക് പിന്നെന്തിനാണ് ഇപ്പൊ പേടിക്കുന്നത്? മനുഷ്യന്മാരെ പഠിക്കണം. അതെ, പോസ്റ്റ്മാരൊക്കെ പിന്നെ കുറച്ച് ആത്മാർത്ഥത കൂട്ടത്തില്ല. ആത്മാ പോലെ കൂട്ടണ്ടെന്ന് പറയാം. സൺഡേ സൗണ്ട് ഇതിന്റെ ഡോറിന്റെ സൗണ്ട് കേൾക്കണം. പേടിക്കണമെന്ന് വെച്ചാൽ എന്ത് കണ്ടാലും പേടിക്കാം. ഇപ്പൊ സൗണ്ട് ആയാലും ശരി, സ്വയം കണ്ടാലും പേടിക്കും. അതെ അതെ. ഈ വീട്ടിൽ കുറെ മിറേഴ്സ് ഉണ്ട്, സൗണ്ട് കേട്ട് വെച്ചോ. ചിലപ്പോ രാത്രി ശ്രദ്ധിച്ചാ? ഈ വീട്ടിൽ കുറെ മിറേഴ്സ് ഉണ്ട്, ശ്രദ്ധിച്ചാ? ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചുമ്മാ ഓരോന്ന് പറയുന്നത്.
എടി ചൈനീസ് എല്ലാ അല്ല, വീട്ടിലും ആ മുറിയിൽ ഒറ്റ മിറർ അകത്തില്ല. എല്ലാ മുറിയിൽ അടുത്ത മുറിയിൽ ആനപ്പട്ട പോലെ വെച്ചിരിക്കും. ഇതാണ് മനസ്സിലാക്കി. അതൊക്കെ ഇവിടുന്ന് വരുന്നതിന് മുമ്പ് ബിനു എല്ലാത്തിന്റെയും കാരണം പറയും. സിനിമയിലൊക്കെ കണ്ടില്ലേ ഇപ്പൊ വലിയ മിറർ ഇവിടുന്ന് ഇങ്ങനെ എനിക്ക് നോക്കുമ്പോ വേറെ പ്രശ്നം നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കായിരിക്കും പിന്നൊന്ന് ഒരാള് കയറിപ്പോണ്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കായിരിക്കും പക്ഷെ മിററിൽ കാണും പിന്നൊന്ന് ഒരാളെ കയറിപ്പോണ്ടോ അങ്ങനല്ല. ഈ മിറർ നോക്കുമ്പോൾ മിറർ ഈ വാട്ടറി എഫക്റ്റ് പേടിയാണ്. അത് ടച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ചേട്ടാ ഞാൻ മിക്കതും ഇവൻ ജോലി ചെയ്തിട്ടിരിക്കും പക്ഷെ അവിടെ നോക്കുന്ന ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ടിരിക്കും. ഇവിടെ അതാണ് best. പറ്റണില്ല, മേടിക്കില്ല. എനിക്ക് ബാത്റൂം വരാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് പിന്നെ ഈ വെരിയില് ലോക്ക്ഡൌൺ നീ എന്ത് പേടിക്കണേ? അത് ആരെങ്കിലും വന്ന് ഇങ്ങനെ നോക്കണായിട്ട് നമ്മുടെ നാടല്ല Just forget everything. നമ്മുടെ നാട്ടിലാണെങ്കിൽ വരും ഷുവർ ഇല്ല. ഇവിടെ ഒന്നുമില്ല Just forget വേറെ everything. പണിയുണ്ടോ പ്ലീസ്? നീ ലൈറ്റ് ഇട്ടോ. ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവൻ മറ്റേ ഗഫൂർക്ക് അയച്ച മറ്റേ ഇത് കടലിൽ നീന്തി കടന്നു നീ ആര് വരുന്ന പറയുന്നത്? ആൾക്കാർ. ഗഫൂർക്ക് അപ്പൊ ഇത് ദുബായ് അല്ലേ എന്ന് ചോദിക്കുന്ന അതെ ആൾക്കാരായിരിക്കും. അതെ അങ്ങനത്തെ ആൾക്കാരായിരിക്കും. കാലിഫോർണിയ വഴിയൊന്ന് ചരക്ക് ഞാനൊന്ന് നീന്തി ഇത് ദുബായ് അല്ലേ? നാട്ടിലാണെങ്കിൽ ഷുവറായിട്ട് ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കാനും പറ്റില്ല. നോക്ക എല്ലാം ട്രാൻസ്പെറന്റ് ഗ്ലാസുകളും എവിടെ ജീവിക്കാൻ പറ്റും ഇങ്ങനെ ഒരു സ്ഥലത്ത്? ബാത്റൂമിലൊക്കെ അത് ചാരി ചെയ്ത് നമ്മൾ അന്ന് അവിടെ പോയില്ലേ ആവാഹിച്ചിട്ടുള്ള- നമ്മൾ ആ ജനതാ ബൈക്കിന്റെ അതിന്റെ പിന്നെ ഇലക്ട്രിക്കിന്റെ എന്തെങ്കിലും ആയിരിക്കും അത് ഓപ്പൺ ആയി വെച്ചത്. ഇലക്ട്രിക് തട്ടിട്ട് ആരോ സംഭവം തട്ടിപ്പോയി. അവിടെ വായിച്ച് സമാധി ഉണ്ട് അവിടെ. നമ്മ ഒരു ടി വി ഇരിക്കണ്ട അവിടെ. വലിയൊരു TV. TV ഓ, മനസ്സിലായി. ആ 28 മറ്റേത് കോൾഡ് കേസ് ഫ്രിഡ്ജിലാണ്. ഇല്ല 13 നമ്പർ 13 ഒന്നും ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ടിവിയിലാണ്. ഇത് നമ്പർ 8 ആണ്. ഇപ്പൊ മനസ്സിലായി രചി ഇല്ല രചി അങ്ങോട്ട് പോയി കാണുമ്പോഴാണ് ഇങ്ങനെ അടിക്കുന്നത്. ഇത് too cold. കൈ കെട്ടിട്ട് ഞാനും അവളെ എന്തൊരു ശബ്ദം ഞാൻ കോട്ടവായിട്ടതാ. അയ്യോ ഞാൻ ഡയറ്റാ ഈ ഭാഗമൊന്നും ഞാൻ കഴിക്കൂല കണ്ട ഉത്തരവാദിത്തമുള്ള രണ്ട് ടീം മാത്രമേ ഇവിടെയുള്ളൂ. Welcome to our home. Your company's cherished friends and families. Please leave your cell phone here. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ബേസിക്കലി ഇത് ക്യാബിനാ. ഇത് ക്യാബിനാ. extra charge of 100. അതാ ചേട്ടൻ കൊടുക്കുമായിരുന്നു എവിടേക്കാക്കിയപ്പോ No drugs is ഒരു കാര്യം ചെയ്യ ലാലാമൂല അയക്കാൻ പറ. ഫൈൻ ദണ്ഡ അങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. Swimming in the sea need to be careful. അങ്ങനെയാണ് അവരുടെ ലാംഗ്വേജ്. Swimming in the sea need to be careful. അതായത് at your own risk. Please swim at your own risk. അവൻ No wet body. No wet body allowed to wet start body. with. Hey, ഇത് എടുക്ക്. No wet body. ബോഡി ഇളക്കി വെച്ചിട്ട് തിരിച്ച് അല്ല ഇത് ഇവിടെ കൊണ്ടുപോകണ്ടേ? ആ, ഇവിടെ അങ്ങനെ കത്തി വരയ്ക്കില്ലേ? ബോട്ടിൽ എങ്ങനെ മുങ്ങണം? ഇതാവണത്. ബോട്ടിൽ ഇതാവണത് കുറച്ച് ഡേഞ്ചറസ് ആണ്. Somebody is compressing. ഞാൻ പോണം. ഇത് എന്ത് തോന്നിയത്? കഴിഞ്ഞു ഇനി പറയാനൊന്നുമില്ല